ജീവിതത്തിൽ എപ്പോഴും കഠിനമായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരിക്കലും നമ്മൾ തളർന്നു പോവരുത്. ആ ഒരു സമയം നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ, അടുത്ത ആൾക്കാരുണ്ടല്ലോ, അവരുടെ അടുത്ത് പോയി സഹായം ചോദിക്കാം എന്ന് വിചാരിച്ച് പോവരുത് ഒരിക്കലും. അങ്ങനെ നിങ്ങൾ കൈനീട്ടി അവരുടെ അടുത്ത് പോവുകയാണെങ്കിൽ അവർ ഒരിക്കലും നമ്മളെ സഹായിക്കത്തില്ല. മറിച്ച് നമ്മളെ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുകയേ ഉള്ളൂ. കാരണം നമ്മുടെ സമയം വെറുതെ വേസ്റ്റാക്കി കളയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് നമ്മുടെ ആ ഒരു വിഷമമായിട്ട് തോന്നത്തില്ല. ആ സമയം അവർ നമ്മുടെ ആ ഒരു വിഷമത്തിൽ സന്തോഷിച്ചിട്ട് നമ്മളെ പരിഹസിക്കും പോലെ പെരുമാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ എത്ര മോശം സാഹചര്യം വന്നാലും നിങ്ങളുടെ അടുത്ത ആൾക്കാർ സഹായിക്കും, ഇവർ സഹായിക്കും, അവർ സഹായിക്കും എന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് പോവാതെ മറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി ദൈവത്തിനോട് പറയുക, എനിക്കൊരു വഴി കാണിച്ചു തരണം എന്ന്. ദൈവം ഉറപ്പായിട്ടും നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നതാണ്. പിന്നെ ആര് നിങ്ങളെ എന്ത് മോശം പറഞ്ഞാലും നിങ്ങൾ അവിടെ പ്രതികരിക്കാൻ പോവരുത്. കാരണം ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളെ അറിയാം. നിങ്ങൾ എത്രത്തോളം പവിത്രമായിട്ടുള്ള ഒരാളാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ അവിടെ പ്രതികരിക്കാൻ പോവാതെ ശാന്തമായിട്ടിരിക്കുക. കാലം തെളിയിച്ചു കൊടുക്കും നിങ്ങളുടെ ആ ഒരു വില എന്താണ് എന്നവർക്ക്. കാരണം നമ്മൾ ആവശ്യമില്ലാതെ ഒരു വിവാദത്തിനും ആരോടും പോവരുത്. മറിച്ച് നമ്മൾ നമ്മുടെ കർമ്മം നല്ല രീതിയിൽ ചെയ്യുക. നമ്മളുടെ ആ ഒരു കർമ്മം കാണിച്ചു കൊടുക്കും അവർക്ക് നമ്മുടെ വില എന്താണ് എന്ന്. ഇവിടെ ഒരു ചോദ്യത്തിൻ്റെയും ഉത്തരം നമ്മൾ തിരിച്ച് വാക്കുകൊണ്ട് പറയണമെന്നില്ല. നമ്മുടെ ആ ഒരു മൗനം പോലും അതിൻ്റെ ഉത്തരമായി മാറാറുണ്ട് ചില സമയം. അങ്ങനെ നമ്മൾ പല സമയത്തും മൗനമായി ഇരിക്കേണ്ടതാണ്. ആരാണോ സ്വയം ശാന്തമായിട്ടിരിക്കുന്നത് അവരെ തകർക്കാൻ ഈ ലോകത്തുള്ള ഒരു ശക്തിക്കും ആകത്തില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ.